വെക്റ്റർ നേച്ചർ ഓഫ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ഒരു ഫിസിക്കൽ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പൊസിഷൻ കോർഡിനേറ്റ് വേണം അല്ലേ. പൊസിഷൻ കോർഡിനേറ്റ്, പൊസിഷൻ വെക്റ്റർ ആർ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഐ പ്ലസ് വൈ ജെ. ഇതൊരു 2 ഡയമെൻഷൻ കേസ് ആണെങ്കിൽ, 2 ഡയമെൻഷൻസ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇനി ഇതിൻ്റെ ഈ ആർ എന്ന പൊസിഷൻ വെക്റ്ററിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് പൊസിഷൻ വെക്റ്റർ is equal to root of x square plus y square. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ given by tan alpha is equal to y by x, where alpha is the angle made by the vector with respect to angle made by the vector with respect to the x axis. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി വെക്റ്റർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. വെക്റ്റർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഈ 3 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പർട്ടിക്കുലർ വെക്റ്റർ, പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി കമ്മ്യൂട്ടേറ്റീവും കൂടി ആണെങ്കിൽ മാത്രമാണ് അത് വെക്റ്റർ ആവുള്ളൂ. അതായത് എക്സ് ഐ പ്ലസ് വൈ ജെ ഇസ് ഈക്വൾ ടു വൈ ജെ പ്ലസ് എക്സ് ഐ എന്ന് കിട്ടണം. അതല്ലാന്നുണ്ടെങ്കിൽ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി മസ്റ്റ് ബി ഈക്വൾ ടു വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പാരാമീറ്റർ നമുക്ക് വെക്റ്റർ പൊട്ടൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ തീറ്റ ആണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ തീറ്റ എക്സ് ഐ തീറ്റ വൈ ജെ ഒക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് എങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെക്റ്റർ ഫോം തീറ്റ എക്സ് ഐ പ്ലസ് തീറ്റ വൈ ജെ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു തീറ്റ വൈ ജെ പ്ലസ് തീറ്റ എക്സ് ഐ. അതുകൊണ്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. റൊട്ടേഷൻസ് ആണെങ്കിൽ പക്ഷേ നമുക്ക് സ്മോൾ ആംഗിൾഡ് റൊട്ടേഷൻസ്, ആ കേസിൽ നമുക്ക് തീറ്റ എക്സ് ഐ പ്ലസ് തീറ്റ വൈ ജെ ഇസ് ഈക്വൽ ടു തീറ്റ വൈ ജെ പ്ലസ് തീറ്റ എക്സ് ഐ എന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഡെൽറ്റ തീറ്റ ആംഗുലർ ഡിസ്റ്റൻസ്, ഡി തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡി തീറ്റ മാത്രമാണ് വെക്റ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ഒബേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കാം നമുക്ക്. ബട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഇസ് ദ ആംഗുലർ സ്പീഡ്. സാധാരണ സ്പീഡിൻ്റെ ഡെഫിനേഷൻ തന്നെ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആംഗുലർ വെലോസിറ്റി. ദെൻ ആൽഫ ഇസ് ഈക്വൽ ടു ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു d omega by dt is equal to d square theta by dt square. This is angular acceleration. Angular momentum vector L is equal to I omega is equal to I d theta by dt. This is angular momentum. ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടി പറയാം. പിന്നെ നമുക്ക് ടോ ഇസ് ഈക്വൽ ടു I alpha is equal to I d square theta by dt square. This is torque acting. Relation between linear velocity v and angular velocity omega. നമുക്ക് ആംഗുലർ വെലോസിറ്റി ഒമേഗനെ അതിൻ്റെ കമ്പോണൻസ് ആക്കിയിട്ട് എഴുതാം. I d theta x by dx plus j d theta y by dy, x by dt plus j d theta y by dt plus k d theta z by dt. അതായത് ഒമേഗ ഇസ് ഈക്വൽ ടു I ഒമേഗ എക്സ് പ്ലസ് ജെ ഒമേഗ വൈ പ്ലസ് കെ ഒമേഗ ഇസെഡ്. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻസ്, ഒമേഗയും വിയും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത് അല്ലെ. വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അറിയാൻ വേണ്ടിയിട്ട് കൺസിഡർ എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് സം ആക്സിസ്. ദ ഡയറക്ഷൻ ഓഫ് ദ ആക്സിസ് ഈസ് ചോസൺ ടു ബി അലോങ് ദ എൻ എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇത് ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആദ്യം അതിൻ്റെ പോയിന്റ് എ, പിന്നെ അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ബിയിലെത്തുന്നു. ഈ ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്തത്. ഈ ആംഗിൾ ഡെൽറ്റ തീറ്റ, ഇത്രയും ഡിസ്റ്റൻസ് ഡെൽറ്റ ആർ. ഇതിൻ്റെ ദിസ് റേഡിയസ് വെക്റ്റർ ആർ ടി പ്ലസ് ഡെൽറ്റ ടി. ഇവിടെ ആദ്യം ഇനീഷ്യൽ പൊസിഷൻ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആർ ടി ആയിരുന്നത് മാറിയിട്ട് ഈ ആംഗിൾ, ഇവിടെയുള്ള ആംഗിൾ ഫൈ എന്നൊരു ആംഗിൾ. ഇതാണ് ഒറിജിൻ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതായിരുന്നു ഒറിജിൻ. അപ്പോൾ കൺസിഡർ എ ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് സം ആക്സിസ്. അത് എൻ ഡയറക്ഷനിലാണ് കോർഡിനേറ്റ് സിസ്റ്റം. കോർഡിനേറ്റ് ആക്സസ് ആർ ഫിക്സ്ഡ് ഇൻ സ്പേസ്. ഓരോ പാർട്ടിക്കിളും, ആ റിജിഡ് ബോഡിയിലെ ഓരോ പാർട്ടിക്കിളും ഇതേപോലെ ഒരു സർക്കുലർ സ്പേസ് കവർ ചെയ്യും, ഒരു സർക്കിൾ. അപ്പോൾ ഈ മൊത്തം ഇതൊരു കോൺ സ്വീപ്പ് ചെയ്യുന്നതായിട്ടാണ് അസ്യൂം ചെയ്യുക. ഇറ്റ് സ്വീപ്സ് എ കോൺ. അപ്പോൾ ആ കോണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ആർ. ഡെൽറ്റ ആർ ആണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡെൽറ്റ ആർ
പിന്നെ ഡെൽറ്റ തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ് ആംഗിൾ ഡെൽറ്റ തീറ്റയാണ് ഇവിടെയുള്ള ആംഗിൾ, അത് നമ്മളിവിടെ മാർക്ക് ചെയ്തല്ലോ. ആംഗിൾ ഫൈ ബിറ്റ്വീൻ എൻ ആൻഡ് ആർ ഈസ് കോൺസ്റ്റൻറ്റ്. ദിസ് ആംഗിൾ ഫൈ ബിറ്റ്വീൻ ദ യൂണിറ്റ് ഡയറക്ഷൻ എൻ, ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നും ആർ തമ്മിലുള്ള ആംഗിൾ ഫൈ, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആർ സൈൻ ഫൈ, ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ സൈൻ ഫൈ വരും. ആർ സൈൻ ഫൈ ആണ് ആ സർക്കിളിൻ്റെ റേഡിയസ് വരുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു 2r sin phi into sin delta theta divided by 2. This is point A, this is point B. ഈ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ ആർ. ഈ ആംഗിള് ആയിരുന്നു നമ്മുടെ ഡെൽറ്റ തീറ്റ. അപ്പോൾ അതിനെ നമ്മൾ മുറിച്ചിട്ട് ഇത് ഡെൽറ്റ തീറ്റ ബൈ 2 വരും. ഇത്രയും ആംഗിൾ ദിസ് സൈഡ് ഡെൽറ്റ തീറ്റ ബൈ 2 അല്ലേ. ആ ഡിസ്റ്റൻസ് എൽ ആണെങ്കിൽ ആ ഫിഗറിൽ നിന്ന് എൽ ബൈ ആർ സൈൻ ഫൈ ഈക്വൽ ടു സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2. അതെന്നാണ് നമുക്ക് കിട്ടിയത്. ഡെൽറ്റ ആർ ഈക്വൽ ടു 2r സൈൻ ഫൈ ഡെൽറ്റ തീറ്റ ബൈ 2. വെരി സ്മോൾ ആംഗിൾ ആണെങ്കിൽ, ഡെൽറ്റ തീറ്റ സ്മോൾ ആണെങ്കിൽ നമുക്കറിയാം സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആർ ക്യാൻ ബി റിട്ടൺ ആസ് 2r സൈൻ ഫൈ ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ 2. ഈ 2 പോയി ആർ സൈൻ ഫൈ ഡെൽറ്റ തീറ്റ എന്ന് കിട്ടും. ഇനി ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ആർ സൈൻ ഫൈ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഡെൽറ്റ ടി ടെൻസ് ടു 0, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് വരുമ്പോൾ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്തായിട്ട് മാറും? ഡിഫറൻസിയേഷൻ അല്ലേ, ഡി ആർ ബൈ ഡി ടി ഇറ്റ് ഈസ് ഈക്വൽ ടു, അതേപോലെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ ഡി തീറ്റ ബൈ ഡി ടി. ഈ ഡി ആർ ബൈ ഡി ടിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്ൻ ആർ ആൻഡ് എൻ. അപ്പോൾ നമുക്ക് ഡി ആർ ബൈ ഡി ടിനെ മാത്തമാറ്റിക്കലി യൂണിറ്റ് വെക്റ്റർ എൻ ഡി തീറ്റ ബൈ ഡി ടി ക്രോസ് ആർ എന്ന് എഴുതാം. നമുക്ക് ക്രോസ് വെക്റ്റർ ആർ ആണ് കേട്ടോ, യൂണിറ്റ് വെക്റ്റർ അല്ല. എൻ മാത്രമാണ് യൂണിറ്റ് വെക്റ്റർ ആയിട്ടുള്ളത്. ഇത്രയും ടേമിന്, അതായത് എൻ ഡി തീറ്റ ബൈ ഡി ടിന് നമുക്ക് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു നമുക്കറിയാം വി. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ദിസ് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി.